എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദീപാവലി ആശംസകൾ. രാജ്യം ദീപാവലി ആഘോഷങ്ങളുടെ നിറുകിലാണ്. ആചാരങ്ങൾ അനുസരിച്ചുള്ള പൂജകളൊക്കെ ഉത്തരേന്ത്യയിൽ അല്പസമയത്തിനകം ആരംഭിക്കും. കുറച്ച് നിയന്ത്രണങ്ങളോടെയൊക്കെ ഡൽഹിക്കാർ ഈ വർഷം പടക്കം പൊട്ടിച്ചും ദീപാവലി ആഘോഷിക്കുന്നുണ്ട്. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അർജുൻ, എങ്ങനെയാണ് ഡൽഹിയുടെ ദീപാവലി ആഘോഷങ്ങൾ? ആര്യ, എല്ലാ വർഷവും ദീപാവലി ആഘോഷങ്ങൾക്ക് ഡൽഹിയിൽ യാതൊരു കുറവും വരാറില്ല. ഇത്തവണയും അതുപോലെ തന്നെയാണ്. അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഇത്തവണ നിയന്ത്രണങ്ങളോടെങ്കിലും പടക്കങ്ങളെല്ലാം പൊട്ടിക്കാനുമുണ്ട്. കുട്ടികളൊക്കെ വലിയ ആഹ്ലാദത്തിലാണ്. ഇത്തവണ അവർക്ക് എല്ലാവർക്കും പടക്കങ്ങൾ, ഹരിത പടക്കങ്ങളാണെങ്കിൽ പോലും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും പടക്കങ്ങൾ പൊട്ടിക്കാം. തെരുവുകൾ, വീഥികൾ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഒരുപാട് വിളക്കുകളെല്ലാം കൊണ്ട് അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഓരോ വീടുകളും ഓരോ ഫ്ലാറ്റ് സമുച്ചയങ്ങളും. ഇപ്പോൾ ഈ പൂജകളുടെ സമയം തന്നെയാണ്. ആളുകളൊക്കെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വീടിനകത്തേക്കെല്ലാം പോയി അവരുടെ സാധന സാമഗ്രികൾ ഒരുക്കിക്കൊണ്ടുള്ള ആ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. 8:30 വരെ ആ പൂജ പോവും. പിന്നീടാണ് മധുരങ്ങൾ നൽകിയിട്ടുള്ള ആഘോഷങ്ങളെല്ലാം ബാക്കി നിൽക്കുന്നത്. നോക്കൂ എത്രത്തോളം സന്തോഷകരമാണെന്നുള്ളത്. ഭയ ഹാപ്പി ദിവാലി. हैप्पी दिवाली, हैप्पी दिवाली। कैसा लग रहा है? अच्छा लग रहा है। इस बार ये सब करने को भी मिल रहा है आपको? हाँ, बहुत मजा आ रहा है। बहुत मजा आ रहा है। पूजा सब कर दिया? हाँ, पूजा कब है? 7 बजे से स्टार्टिंग हो जाएगी। 7 बजे से 8 बजे तक। ഓക്കെ 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 കേലോ കേലോ കേലോ. കുട്ടികൾ എല്ലാവരും എന്തായാലും പടക്കങ്ങൾ പൊട്ടിച്ച് ആഘോഷിക്കുന്നു. വലിയ ആളുകൾ, വീട്ടുകാരെല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളുമായി വീടിനകത്ത് പൂജകൾ നടത്തുകയാണ്. 8 മണിയോടെ ആ പൂജകളെല്ലാം പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ ഉറ്റവരുമായിട്ടും അടുത്തുള്ളവരുമായിട്ടും നെയ്ബേഴ്സുമായിട്ടും അയൽക്കാരെല്ലാമായിട്ട് സന്തോഷങ്ങൾ പങ്കിടുന്ന ആ ഒരു മുഹൂർത്തങ്ങളെല്ലാം തന്നെയാണ് ഇനി ബാക്കി നിൽക്കുന്നത്. നോക്കൂ എത്ര ഭംഗിയായിട്ടാണ് എല്ലാ വീടുകളും. ആ വർണ്ണാഭമായ കാഴ്ചകൾ, രാജ്യതലസ്ഥാനത്തെ വർണ്ണാഭമായ ആഘോഷ കാഴ്ചകൾ അർജുനാണ് നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദീപാവലി ആശംസകൾ. മധുരം കഴിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ അർമാദിക്കും, ആഘോഷിക്കും.